തമ്പിയേട്ടാ, എന്തു പറ്റി? അവളുമായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായോ? എന്റെ താലിമാല പൊട്ടിക്കാൻ വേണ്ടിയാണല്ലോ എന്റെ പ്രിയപ്പെട്ട മോൻ അവളെ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തമ്പിയേട്ടാ, ഞാൻ എന്ത് പറഞ്ഞിട്ടും അവക്ക് ഒരു കൂസലും ഇല്ലെന്നേ. അവക്ക് ഭക്ഷണം പിടിക്കാൻ എന്റെ അമ്മായി അമ്മയും അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ആ മിണ്ട പെണ്ണിനോടാ നന്ദി സ്നേഹവും ഒക്കെ. ഇതിങ്ങനെ വിട്ട പറ്റില്ല തമ്പിയേട്ടാ. ഉടനെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. താനിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവല്ലേ? എല്ലാത്തിനും പരിഹാരം കാണാമെന്ന് ഞാനല്ലേ പറയുന്നത്. പക്ഷേ അതിന് നമ്മൾ അല്പം ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. നമുക്ക് ക്ഷമിച്ച് സഹിച്ച് ഇരിക്കാന്ന് വെക്കാം, പക്ഷെ നാട്ടുകാരുടെ വായടയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇപ്പൊ തന്നെ രാജീവനും ഭാര്യയും നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ? അതുപോലെ എത്ര പേരിനി ഒളിഞ്ഞും തെളിഞ്ഞും ഇക്കാര്യം നമ്മളോട് ചോദിക്കും. താൻ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇവിടെ നമ്മൾ ആവേശം കാണിച്ചാൽ അത് പിന്നെ അബദ്ധമായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. അവളെ ഒതുക്കാനുള്ള ആളെ ഞാൻ ഇവിടെ ഇറക്കാം. തമ്പിയേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, എല്ലാത്തിലും എനിക്ക് സമ്മതം. പക്ഷേ അവളെ കുടുംബത്തോടെ ഇല്ലാതാക്കണം. എന്നാലേ എന്റെ മോനൊരു ഭാവി ജീവിതം ഉണ്ടാവുള്ളൂ. ചെയ്യാം, ഞാൻ എല്ലാം ചെയ്യാം. നമുക്ക് വേണ്ടാത്തവരെ ഇല നുള്ളുന്ന ലാഘവത്തോടെ നമുക്ക് വേരോടെ ഇല്ലാതാക്കാം. താനൊന്ന് ക്ഷമിക്കടോ. നടക്കേണ്ടതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. ഇന്ദുമതി, ഞാൻ ഇറങ്ങാണ്. അല്ല, അങ്കിള് ഇതെങ്ങോട്ടാ? കടയിലോട്ടായിരിക്കും അല്ലേ? അതെ. ഗഗനെന്താ വന്നേ? ചുമ്മാ. പറഞ്ഞു വെച്ച കല്യാണം നടന്നില്ലെങ്കിലും അങ്കിളിന്റെ മരുമോൻ സ്ഥാനത്താണേ ഞാൻ ഇപ്പോഴും. അതുകൊണ്ട് വെറുതെ ഒന്ന് വന്ന് ക്ഷേമം അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. അല്ലേ വിക്രമൻ ചേട്ടാ? പറഞ്ഞു വെച്ച കല്യാണം മുടങ്ങിയെന്ന് വെച്ച് ഇനി ഈ വീട്ടിൽ നിന്ന് ബന്ധമാകാന്നേ ഉള്ളൂ. ഗഗൻ, സംഭവിച്ചൊന്നും ഞങ്ങളുടെ അറിവോടെ സമ്മതത്തോടെ അല്ല. അത് തനിക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ദേവൂട്ടിയെ സന്ദീപ് വിവാഹം കഴിക്കണമെന്നായിരിക്കും ദൈവം തീരുമാനിച്ചത്. അത് നടപ്പായി. അല്ലാതെ ഇവിടെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എടോ, തന്റെ തത്വജ്ഞാനൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. നമ്മൾ തമ്മിൽ കല്യാണത്തിന് മുമ്പ് ഒരു പണമിടപാടില്ലേ? എനിക്കെന്റെ കാശ് മുതലും പലിശയും തീർത്ത് കിട്ടണം. മുമ്പ് തരാനുണ്ടായിരുന്ന കാശ് മാത്രം പോരാ. തന്റെ വളർത്തുമകളെ താലി കെട്ടാൻ വേണ്ടി ഞാൻ ചെലവാക്കിയ ലക്ഷങ്ങൾ, പിന്നെ തനിക്കും തന്റെ പെമ്പ്രോന്നത്തിക്കും മക്കൾക്കും അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി തുണികളുടെയും ആഭരണങ്ങളുടെയും കാശ്, എല്ലാം കൂടെ ലക്ഷങ്ങൾ വരും. അതിന്റെയും കണക്ക് എന്റെ അടുത്തുണ്ട്. എല്ലാം കൂടെ ചേർത്തിപ്പോ ഒരു 10-15 ലക്ഷം രൂപ താൻ എനിക്കിപ്പോ തരാനുണ്ട്. ആ കാശ് എനിക്ക് എപ്പോ കിട്ടും അത് പറ. ഗഗൻ, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയും ഞങ്ങളുടെ തുണിത്തരങ്ങൾക്ക് വേണ്ടി കാശ് മുടക്കിയത്.
എല്ലാം നിങ്ങളുടെ തീരുമാനമായിരുന്നു. അതിനൊക്കെ ഞങ്ങളിപ്പോ എവിടെന്ന് കാശ് തരാനാ? ദേ, തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ തറവാട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് താനെടുത്തോ. ഏയ് വേണ്ട വേണ്ട വേണ്ട, ആ ഇടങ്ങേറ് പിടിച്ച തള്ളയുടെ പണ്ടൊന്നും എനിക്ക് വേണ്ട. ഒരു കാര്യം ചെയ്, നിങ്ങളത് വിറ്റിട്ട് എനിക്ക് തരാനുള്ള 15 ലക്ഷം നീ തന്നേക്ക്. ഞാൻ ഹാപ്പിയാ. എന്താ? എന്ത് വേണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ വിശാലമായിട്ട് ആലോചിക്കാനുള്ള സമയമൊന്നും എന്റെ മുന്നിൽ ഇല്ല. ഹേ, ദേ, 2 ദിവസം അതിനുള്ളിൽ എന്റെ കാശ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ദേ, ഇവളെ ഞാനങ്ങ് കൊണ്ടുപോകും. ഇരിക്കുമ്പോ ആരാണല്ലേടാ? മര്യാദക്ക് നിന്നില്ലല്ലേ? ഭിത്തിയിലടിച്ച് കൊന്നുകളെ ഞാൻ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എന്റെ മോനൊന്നും ചെയ്യല്ലേ, അവനൊന്ന് വിടൂ. ഉപദ്രവിക്കരുത്, ഞാൻ എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. വിക്രമേട്ടാ, അയ്യോ മോനെ, ഇന്ന് കൊണ്ടുപോവാനെ. പറഞ്ഞത് കേട്ടല്ലോ, 2 ദിവസം അതിനുള്ളിൽ എന്റെ ഇടപാട് തീർത്തോണം. എന്റെ ഈശ്വരന്മാരെ, ഇനി എന്തൊക്കെയാ സഹിക്കേണ്ടത്? എല്ലാത്തിനും കാരണക്കാരി അവളാ. എന്നെയും എന്റെ മക്കളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന മൂദേവി ഉണ്ടല്ലോ, ഒരു കാലത്തും നന്നാവില്ല. തമ്പി സാറാണല്ലോ, ഒന്ന് വണ്ടി ഒതുക്കി. ഹലോ തമ്പി സാറേ. വിക്രമ, താനിത് എവിടെയാ? ഞാൻ നമ്മുടെ ഗഗന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. അല്ല, സാറെന്താ വിളിച്ചത്? വിശേഷങ്ങളൊക്കെ അവിടെ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അവനും അവളും ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ അവളെയും കൊണ്ട് അവിടേക്കാ വന്നിട്ടുള്ളതെന്ന്. അവളെ ഇതുവരെ ഞങ്ങൾ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഇവിടെ പുറത്ത് ഔട്ട് ഹൗസിലാ താമസം. 41 ദിവസം അവളോട് അവിടെ കഴിയാനാ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലേ തന്റെ ഘോരയെ കണ്ട് എന്തെങ്കിലും ഒരു സഹായം ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ വിക്രമ? സാറ് ധൈര്യമായിട്ടിരിക്കെ. ഘോര അങ്ങനെ തോറ്റു പിന്മാറുന്ന ആളൊന്നുമല്ല.